വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ്. കഥ പാതി വഴിയിൽ, പാർട്ട് 25. അവതരണം ഷെറിൻ നൗഷ. എനിക്കെപ്പോഴും അലക്സിയെ കാണുമ്പോൾ എൻ്റെ ചേട്ടനെയാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടെ കൂടെ അലക്സിയുടെ അടുത്ത് വന്നതും സംസാരിച്ചതും. അവൾ ഭരതനെ നോക്കി അല്പസമയം കൂടി അവിടെ തന്നെ നിന്നു. പിന്നീട് അവളുടെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നുപോയി. ഭരതൻ അഭിരാമി പറഞ്ഞതെല്ലാം കേട്ട് അമ്പരപ്പോടെ നിൽക്കുകയായിരുന്നു. അവൾ പറഞ്ഞത് സത്യമാണോ? അലക്സിയും അവളും തമ്മിൽ ഒരു ചേട്ടൻ്റെയും അനിയത്തിയുടെയും സ്നേഹമായിരുന്നോ? അവൻ സംശയിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. പിന്നീട് കഴിഞ്ഞുപോയ പല സംഭവങ്ങളും അവന് ഓർമ്മ വന്നു. മോശപ്പെട്ട രീതിയിൽ അലക്സി അവളെക്കുറിച്ച് ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യം വർണ്ണിക്കാറുള്ള അവൻ ഒരിക്കൽ പോലും അഭിരാമിയുടെ ശരീരത്തെക്കുറിച്ച് തന്നോടും മറ്റാരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവൾ പറഞ്ഞത് സത്യമായിരിക്കും. ഭരതൻ വണ്ടിയിൽ കയറി പോകുന്ന അഭിരാമിയെ സഹതാപത്തോടെ നോക്കി. അല്പസമയങ്ങൾക്ക് ശേഷം ഭരതൻ അവൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. അവിടെ മുൻവശത്ത് തൻ്റെ ഭാര്യ ദേവികയുടെ കൂടെ പൂജയും ഇരിപ്പുണ്ടായിരുന്നു. നിങ്ങളെന്താ വരാൻ ലേറ്റായത്? പൂജ കുറേ സമയമായി നിങ്ങളെയും കാത്തിരിക്കുന്നു. ദേവിക ഭരതനെ കണ്ടപാടെ അയാളോടായി പറഞ്ഞു. ഞാൻ കുറച്ച് ലേറ്റായി. പൂജ വന്നിട്ട് കുറേ നേരമായോ? അയാൾ അകത്തേക്ക് കയറി വന്നു. ഭരത, ഞാൻ നിന്നെ കാണാൻ തന്നെ വന്നതാ. എനിക്ക് ചില കാര്യങ്ങൾ തന്നോട് ചോദിക്കാനുണ്ട്. അവൾ കാര്യത്തിലേക്ക് കടന്നു. പറയൂ പൂജ. എനിക്ക് അറിയാവുന്ന എന്ത് കാര്യവും നിന്നോട് തുറന്നു പറയുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല. പൂജ ഭരതൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. അവൾ തൻ്റെ ഫോണിലെ അലക്സിയുടെയും അഭിരാമിയുടെയും ഫോട്ടോ ഭരതൻ്റെ മുൻപിലേക്ക് കാണിച്ചു. ഞാനറിയാത്ത ആരോ ഒരാൾ സെൻഡ് ചെയ്ത ഫോട്ടോസാണ് ഇത് മൂന്നിലും ഉള്ളത് ഒരു പെൺകുട്ടിയും അലക്സിയുമാണ്. ഇതാരാണെന്ന് തനിക്കറിയാമോ? അവൾ ഭരതൻ്റെ മുഖത്തേക്ക് ശ്രദ്ധയോടെ നോക്കി. അവൻ ആ ഫോട്ടോ കാര്യമായിട്ട് നോക്കുകയാണ്. ഫോട്ടോയിലുള്ളത് അഭിരാമിയാണെന്ന് ഭരതന് മനസ്സിലായി. അത് പൂജയോട് തുറന്നു പറഞ്ഞാൽ പൂജ അഭിരാമിയെ കാണാൻ പോവുമെന്ന് ഉറപ്പാണ്. കുറച്ചു മുൻപ് അവളോട് താൻ സംസാരിച്ചതാണ്. കുറഞ്ഞ സമയം അവളോട് സംസാരിച്ചപ്പോൾ തന്നെ അവളൊരു പാവമാണെന്നാണ് തനിക്ക് തോന്നിയിട്ടുള്ളത്. പൂജ അവളെ കാണാൻ ചെന്നാൽ അത് ഒരു വലിയ പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. പൂജ, അലക്സിയെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവൻ്റെ കൂടെയുള്ളത് ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭരതൻ ഒന്നും അറിയാത്തതുപോലെ പറഞ്ഞു. ഓക്കെ ഭരത, തനിക്കറിയില്ലെങ്കിൽ സാരമില്ല. നീ ഒരു അഭിരാമിയെ അറിയുമോ? ഇത്തവണ പൂജയുടെ ചോദ്യം കേട്ട ഭരതൻ്റെ മുഖം ഒന്ന് വിളറി. എല്ലാം അറിഞ്ഞു വച്ചുകൊണ്ടാണോ പൂജ തന്നോട് സംസാരിക്കുന്നത്? അവന് സംശയം തോന്നി. ഏതഭിരാമിയെക്കുറിച്ചാണ് താൻ ചോദിക്കുന്നത്? എൻ്റെ ഓഫീസിലൊരു അഭിരാമിയുണ്ട്, അല്ലാതെ മറ്റാരെയും എനിക്കറിയില്ല. ഭരതൻ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. ഓക്കെ, അങ്ങനെയെങ്കിൽ അലക്സിക്ക് ഇത്രയും പണത്തിൻ്റെ ആവശ്യം എന്താണ്? പൂജ ചോദിച്ചത് അവളുടെ ബാങ്കിൽ നിന്നെടുത്ത പണത്തെക്കുറിച്ചാണ്. എന്നാൽ ഭരതൻ കരുതിയത് കമ്പനിയിൽ നിന്നും നഷ്ടപ്പെട്ട 1 കോടിയെക്കുറിച്ചാണ് അവൾ ചോദിക്കുന്നതെന്നാണ്. എനിക്കറിയില്ല പൂജ. അവൻ എന്നോട് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ആ കളവിൽ ഞാനൊരു പങ്കും പറ്റിയിട്ടില്ല. ഭരത, അലക്സിയെ അവർ വെറുതെ വിടുമോ? എത്ര കാലം ഞാൻ അവനെ കാത്തിരിക്കണം? അവൾ കള്ളക്കണ്ണീരോടെ ഭരതനെ നോക്കി. പൂജ, കേസ് അല്പം സ്ട്രോങ് ആണ്. കമ്പനിയുടെ ക്യാഷ് അതൊരു 1 കോടി രൂപ മാത്രമാണ് അവനെടുത്തതെങ്കിൽ ഇതിത്ര വലിയ പ്രോബ്ലം ആവില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ആ 1 കോടി കമ്പനി തന്നെ അവനിൽ നിന്നും ഈടാക്കിയേനെ. പക്ഷേ മാത്യു സാറിൻ്റെ സ്വപ്നമായിരുന്നു ഡ്രീം സിറ്റി. അതിൻ്റെ പ്രൊജക്റ്റാണ് അവൻ എടുത്തത്. അതവൻ മറ്റേതോ കമ്പനിക്ക് മറിച്ചു നൽകിയോ എന്ന സംശയം മാത്യു സാറിനുണ്ട്. ആ ഒരു ഫയലിൻ്റെ കാര്യത്തിലാണ് ഈ കേസ് ഇത്രയും സ്ട്രോങ് ആയിരിക്കുന്നത്. ആ ഫയലിൻ്റെ കാര്യത്തിൽ ഇതുവരെ അലക്സി ഒരക്ഷരം പോലും വിട്ടു പറഞ്ഞിട്ടില്ലെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടുന്നത് വരെ അലക്സി പുറത്തിറങ്ങാൻ പാടാണ് പൂജ. പൂജ ഉള്ളാലെ ഒന്ന് ചിരിച്ചു. തൻ്റെ മനസ്സിലെ ആഗ്രഹവും അതുതന്നെയാണ് വരദ. ഒരിക്കലും അലക്സി ഇനി പുറത്തിറങ്ങാൻ പാടില്ല. ചതിക്ക് ചതി തന്നെയാണ് മറുപടി. തൻ്റെ മനസ്സിൽ വ്യക്തമായ പ്ലാനുകൾ ഇനിയുണ്ട്. താൻ ഇനിയും മഹിയെ പോയി കാണുകയാണ് വേണ്ടത്. ആത്മാർത്ഥമായ സ്നേഹം അവന് താൻ നൽകുകയാണെങ്കിൽ അവൻ തീർച്ചയായും തന്നെ വീണ്ടും സ്നേഹിക്കാൻ തയ്യാറാവും.
പൂജ ഭരതന് പറയാനുള്ളതെല്ലാം കേട്ട ശേഷം അവിടെ നിന്നും യാത്ര പറഞ്ഞ് ഇറങ്ങി. പതിവ് പോലെ ഭരതൻ രാവിലെ ഓഫീസിലേക്ക് പുറപ്പെട്ടു. ഒരു മൂളിപ്പാട്ടോടെ അവൻ വണ്ടി ഓടിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അല്പദൂരം മുൻപോട്ട് പോയപ്പോഴാണ് അവൻ വഴിയരികിൽ അഭിരാമിയെ കണ്ടത്. അവൾ ആകെ ടെൻഷൻ അടിച്ചാണ് നിൽക്കുന്നത്. കയ്യിലെ ഫോണിൽ അവൾ ആരെയോ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഭരതൻ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്തുപറ്റി? എന്തിനാ ഈ റോഡിൽ നിൽക്കുന്നത്? അവൻ്റെ ചോദ്യം കേട്ട അഭിരാമി തിരിഞ്ഞു നോക്കി. സർ, എൻ്റെ വണ്ടിയുടെ ടയർ പഞ്ചറായി. ഞാൻ ഹെൽപ്പിന് ആരെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയതായിരുന്നു. അവൾ എപ്പോഴേക്കും അടുത്തുള്ള വർക്ക് ഷോപ്പിൽ നിന്നും ആളിനെ വിളിച്ചിരുന്നു. അവർ വന്ന് വണ്ടി ചെക്ക് ചെയ്തു. മേഡം, തൊട്ടപ്പുറം ഞങ്ങളുടെ വർക്ക്ഷോപ്പുണ്ട്. വണ്ടി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാം. അവിടേക്ക് വന്നാൽ മതി. അവൻ വണ്ടിയുമായി വർക്ക് ഷോപ്പിലേക്ക് പോയി. സാരമില്ല സാർ, സാറ് പോയിക്കോളൂ. ഞാനത് ശരിയായിട്ട് പിന്നാലെ വന്നോളാം. അഭിരാമി തന്ത്രപൂർവ്വം ഭരതനോട് പറഞ്ഞു. അഭിരാമി, വേണമെങ്കിൽ എൻ്റെ കൂടെ വന്നോളൂ. വണ്ടി വൈകിട്ട് തിരിച്ചു വരുമ്പോൾ വാങ്ങാം. ഭരതൻ അവൾക്കൊരു ലിഫ്റ്റ് ഓഫർ ചെയ്തു. സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാൻ വരാം. അവൾ മുൻ സീറ്റിലേക്ക് തന്നെ കയറിയിരുന്നു. അത്ര പെട്ടെന്ന് അവൾ കൂടെ വരുമെന്ന് ഭരതൻ ഒരിക്കലും കരുതിയതല്ല. അവൻ വിശ്വാസം വരാതെ ഒരിക്കൽ കൂടി അവളെ നോക്കി. അവൾ ഇന്നാദ്യമായി സാരിയാണ് ഉടുത്തിരിക്കുന്നത്. ചുവന്ന നിറത്തിലുള്ള ആ സാരിയിൽ അവൾ ഏറെ സുന്ദരിയായിരുന്നു. റോഡിനപ്പുറം കാറിൽ വിഷ്ണു ഇരിക്കുന്നുണ്ടായിരുന്നു. യെസ്, അവൾ ഭരതൻ്റെ കൂടെ കയറി കഴിഞ്ഞു. അവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അഭിരാമിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അയാൾ കുശലാന്വേഷണം ആരംഭിച്ചു. എനിക്ക് അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. ആകെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ മരണപ്പെട്ടു പോയി. അവൾ സങ്കടത്തോടെ അയാളെ നോക്കി. അഭിരാമി വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ലേ? ആരെങ്കിലുമായി പ്രണയമുണ്ടായിരുന്നോ? ഭരതൻ ആകാംക്ഷയോട് ചോദിച്ചു. ഇല്ല സാർ, ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന ഒരാളെയും എനിക്കിതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് സ്നേഹം നൽകാൻ വേണ്ടി ഒരുപാട് പേർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പെണ്ണല്ലേ സാർ, പുരുഷന്മാർ നോക്കുന്നത് പതിവാണല്ലോ. പക്ഷേ എല്ലാവരുടെയും നോട്ടം പെണ്ണിൻ്റെ ശരീരത്തിലേക്കായിരിക്കും. അവർക്ക് മനസ്സിനുള്ളിൽ ഒരു പ്രണയം ഉണ്ടാവില്ല, ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടാവില്ല. അവൾ ദൂരത്തേക്ക് കണ്ണും നട്ട് ആ കാറിൽ അങ്ങനെ ഇരുന്നു. ഭരതൻ അറിയാതെ അഭിരാമി അവൻ്റെ നേരെ ചൂണ്ട നീട്ടുകയായിരുന്നു. അവനതിൽ കൊത്തുമോ എന്നറിയാൻ വേണ്ടി അവൾ കാത്തിരുന്നു. പാതി വഴിയിൽ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.